അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ ഇബാദ് സബക്ക് 90. ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. 5 വക്ത് ഫർദ് നിസ്കാരങ്ങൾക്കും റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ദിവസം 22 റക്അത്തുകളാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളായിട്ടുള്ളത്. ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ ആകെ 22 റക്അത്തുകളാണ്. സുബ്ഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്ത്, അസ്റിന് മുമ്പ് 4 റക്അത്ത്, മഗ്രിബിനും ഇശാഇനും മുമ്പും ശേഷവും 2 റക്അത്ത്. ഇങ്ങനെ 22 റക്അത്തുകളാണ് ആകെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഉള്ളത്. അതിൽ 10 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ വളരെ മുഅക്കദായ ശക്തമായ സുന്നത്ത് നിസ്കാരങ്ങളാണ്. സുബ്ഹിൻ്റെ മുമ്പുള്ള 2, ളുഹറിന് മുമ്പ് 2, ശേഷം 2, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. അപ്പോൾ ചുരുങ്ങിയത് നമ്മൾ ആ മുഅക്കദായ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെങ്കിലും പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതൊക്കെ ഒഴിവാക്കുന്നതും കറാഹത്താണ്. അപ്പോൾ മഹാന്മാരായ ആളുകളൊക്കെ ദിവസം 100 റക്അത്തും 500 റക്അത്തും ഒക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കുന്നവരായിരുന്നു. അവരെ പോലെയൊന്നും നമുക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ റവാത്തിബ് നിസ്കരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനെങ്കിലും നമ്മളത് പതിവാക്കേണ്ടിയിരിക്കുന്നു. അതിന് വലിയ പ്രതിഫലമാണ്. ഇന്നലെ നമ്മൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിന് അള്ളാഹു തആല വലിയ കൂലി തന്ന് അനുഗ്രഹിക്കുന്നതാണ്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരമാണ് സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നാണ് ഇന്നലെ പറഞ്ഞത്. സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖൈറും മിന ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സകലമാന വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും അതിനെക്കൊണ്ട് എന്തെല്ലാം പ്രതിഫലങ്ങൾ നമുക്ക് നേടാൻ കഴിയുമോ അതിനേക്കാളൊക്കെ ഹൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 റക്അത്ത്. അത് ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകൂല എന്ന് നാം പ്രതിജ്ഞ എടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര കണ്ട് പരിഗണിച്ച ഒരു സുന്നത്ത് നിസ്കാരം വേറെ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ബീവി മഹദി ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇനി ഞാൻ ഹദീസിലേക്ക് കടക്കട്ടെ. വൽ ബൈഹഖി അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ യുഹാഫിളു അലാ റക്അത്തയിൽ ഫജ്രി ഇല്ലാ അവ്വാബ്. സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് കൃത്യനിഷ്ഠതയോടെ പതിവാക്കുകയില്ല. ഇല്ലാ അവ്വാബ്, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി ജീവിക്കുന്ന സച്ചരിതരായ അടിമകളല്ലാതെ സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം കൃത്യനിഷ്ഠതയോടെ പതിവാക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ഒരാൾക്ക് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് കൃത്യമായി നിർവഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്നുണ്ടോ, അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ സ്വീകാര്യ യോഗ്യനായ വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ട് നമുക്കതെടുക്കാവുന്നതാണ്. ആ നിലയിൽ റസൂലുള്ളാഹി പറയുകയാണ്, സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് അവ്വാബുകൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ പ്രത്യേക തരം അടിമകൾക്കല്ല, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്ത് ജീവിക്കുന്ന അടിമകൾക്കല്ലാതെ സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് പതിവാക്കാൻ സാധ്യമല്ല. അവരല്ലാതെ പതിവാക്കുന്നതല്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ഒരു ഗണത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്, അള്ളാഹു തആല സ്വീകരിച്ച അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് പതിവാക്കുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യനിഷ്ഠ പുലർത്തേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവർ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ശേഷം അതേ വക്തിൽ തന്നെ നിസ്കരിക്കാവുന്നതാണ്. ഖളാ ആവൂല, പക്ഷെ അതിൻ്റെ മുഖ്താറായ നല്ല സമയം കഴിഞ്ഞു പോകും. പക്ഷേ മുമ്പ് തന്നെ പരമാവധി നിസ്കരിക്കാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അത് നിസ്കാരത്തിന് ശേഷം അത് നിർവഹിക്കുകയും ചെയ്യുക. ഇനി പറയാൻ പോകുന്നത് അബൂദാവൂദ് വ തുർമുദി അൻഹു, നാം അബൂദാവൂദും തുർമുദിയും ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, ഇദാ സ്വല്ല അഹദുക്കും റക്അത്തയിൽ ഫജ്രി ഫൽയൽതജി അലാ ജംബിഹിൽ അയ്മൻ. ആരെങ്കിലും 2 റക്അത്ത് സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫൽയൽതജി അലാ ജംബിഹിൽ അയ്മൻ, അവൻ വലതു ഭാഗത്തൊന്ന് ചെരിഞ്ഞു കിടക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വലതു ഭാഗത്ത് ഫർദിനും സുന്നത്തിനും ഇടയിൽ സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് ഇനി ഫർദ് നിസ്കരിക്കണമല്ലോ, അതിൻ്റെ ഇടയിൽ ഒന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഖബറിൽ കിടക്കുന്നത് പോലെ ഒന്ന് കിടന്ന് ആ ഖബറിനെ ഓർത്ത് മരണത്തെ അനുസ്മരിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ദിവസം ആരംഭിക്കാൻ. ഇതുപോലെ നാം ഒറ്റപ്പെട്ട് ഖബറിൽ കിടക്കാനുള്ളതാണെന്നുള്ള ബോധത്തോടു കൂടി വേണം നമ്മുടെ ഒരു ദിനം ആരംഭിക്കുന്നത് എന്ന താല്പര്യത്തോടും കൂടിയാണ് അത് ഷറഅക്കപ്പെട്ടത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്
ആ കിടത്തത്തിൽ ഒന്ന് ചെല്ലാനും സുന്നത്തുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിടത്തത്തിൽ ചൊല്ലിയതായിട്ടും അതുപോലെ തന്നെ അല്ല ഇരുന്ന് ചൊല്ലിയതായിട്ടും ഒക്കെ പിന്നെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആ കിടത്തത്തിൽ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഏതായാലും കിടക്കൽ സുന്നത്താണ്, ചൊല്ലിയിട്ടില്ലെങ്കിലും പ്രത്യേകം കിടക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്രാഫീല വ മീകായില സയ്യിദന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ എന്ന് 3 വട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയതായിട്ടാണ് അടുത്ത ഹദീസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് എന്തിനാണ് ഈ കിടത്തം ശറഅാക്കപ്പെട്ടത്? അത് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞവരുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ച് കുറേ സമയമായില്ലേ നിസ്കരിക്കുന്നത്. അപ്പോൾ ഒരു റാഹത്തിനും നഷാത്തിനും വേണ്ടി ഒന്ന് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട് ഫർദിലേക്ക് കടക്കുമ്പോൾ ഒന്ന് റാഹത്തിനും ഈനാസിനും വേണ്ടി അതിനുശേഷം ഫർദ് നിസ്കരിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്, ആ നിസ്കാരം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അതേസമയം നമ്മളെ മദ്ഹബ് അനുസരിച്ചിട്ട് അവിടെ തഹജ്ജുദ് നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ഈ കിടത്തം സുന്നത്താണെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബല വീക്ഷണം. അപ്പോൾ ഈ കിടത്തം ഫർദും സുന്നത്തും തമ്മിൽ ഒരു തമ്മീസാക്കാൻ വേണ്ടി, ഇടയിൽ ഒരു ഇടവേള ഉണ്ടാക്കാൻ വേണ്ടി, ഒരു ഫസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടത്തം സുന്നത്തായത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് മഖ്ദൂം തങ്ങളൊക്കെ പറയുന്നു, ഈ കിടത്തമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിൽ ഈ കിടത്തമാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ഈ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നിസ്കാരങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഫസിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചൊല്ലണം, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ഒന്ന് നീങ്ങി മാറി നിൽക്കണം എന്നുള്ള സുന്നത്ത് ഇവിടെയും ഈ കിടത്തം ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ അങ്ങനെയാണ് എന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ കാണാം. അതായത് എന്തെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിടത്ത് ഈ ആണത്തെല്ലാം പറഞ്ഞിട്ട് കാണാം. സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ജനസംസാരത്തിൽപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്മാരോട് സലാം പറയണം എന്നൊന്നുമില്ല. എന്തെങ്കിലും ഖുർആൻ ആയത്തോ അതുപോലെ തന്നെ ദിക്റോ എന്തെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. നേരെ സുന്നത്ത് നിസ്കരിച്ചിട്ട് അതേ നിൽപ്പിൽ അതേ സ്ഥലത്ത് ഫർദ് നിസ്കരിക്കാൻ കൈകെട്ടുന്നതിന് പകരം ഒന്നുകിൽ മാറി നിൽക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത സുന്നത്തിന് വേണ്ടി, അടുത്ത നിസ്കാരത്തിന് വേണ്ടി ഒന്ന് മാറി നിൽക്കൽ സുന്നത്തുണ്ട്. ഒന്നുകിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ ഫർദും സുന്നത്തും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചൊല്ലുകയോ മറ്റോ ചെയ്തതിന് ശേഷം അടുത്ത ഫർദ് നിസ്കാരത്തിലേക്ക് കടക്കുക. ഈ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എല്ലാ നിസ്കാരങ്ങൾക്കും അത് സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത സുന്നത്ത് നിർവഹിക്കുമ്പോൾ ഒന്നിൽ നിന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുന്നത്ത് നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യാം? സ്ഥലം മാറി നിൽക്കൽ സുന്നത്തുണ്ട്. എല്ലാ സ്ഥലങ്ങളും നമുക്ക് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കാനും കൂടി വേണ്ടിയാണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തായിട്ട് അത് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നെ മാറി നിൽക്കുക. ഈ ബാങ്കും ഇക്കാമത്തും കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുക എന്നുള്ളതും സുന്നത്താണ്. അങ്ങനെയൊക്കെ മഹാന്മാർ ഏതായാലും രേഖപ്പെടുത്തിയിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ പറയട്ടെ, ഇനി സുന്നത്ത് നിസ്കാരത്തിൽ ഈ സുബ്ഹിൻ്റെ സുന്നത്തിൽ ഓതേണ്ട സൂറത്തുകൾ ഏതെങ്കിലും പ്രത്യേകം വാരിതായിട്ടുണ്ടോ എന്നാണ് അടുത്തത് പറയുന്നത്. വൽ ബൈഹഖി അൻ ആയിഷ, ഇമാം ബൈഹഖി ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു, നിഅമത്ത് സൂറത്താനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എത്ര നല്ല സൂറത്താണ്. ഹുമാ തുഖറആനി ഫി റകഅതൈനി ഖബ്ല അൽ ഫജ്ർ, സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് ഓതുന്ന സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന 2 റകഅത്ത് സുന്നത്ത് നിസ്കാരത്തിൽ ഓതപ്പെടുന്ന 2 സൂറത്തുകൾ എത്ര നല്ല സൂറത്തുകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് ഏതാണത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകൾ സുബ്ഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഓതുക എന്നുള്ളത് അവ എത്ര നല്ല സൂറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്നു. അപ്പോൾ അത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വാരിദായ സൂറത്തുകൾ ഉണ്ടെങ്കിൽ അത് തന്നെ നിർവഹിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് തെറ്റി മറ്റു സൂറത്തുകൾ ഓതുന്നത് ഖിലാഫുൽ ഔലിയാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരത്തിൽ സുബ്ഹിൻ്റെയും മഗ്രിബിൻ്റെയും ഒക്കെ സുന്നത്ത് നിസ്കാരത്തിൽ ഇങ്ങനെ സൂറത്ത് വാരിദായി വന്നിട്ടുണ്ട്. മഗ്രിബിൻ്റെ സുന്നത്ത് നിസ്കാരത്തിലും അതുപോലെ തന്നെ സുബ്ഹിൻ്റെ സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ പിന്നെ ഈ പറയപ്പെട്ട കാഫിറൂനയും ഇഖ്ലാസ് സൂറത്തും എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഓതി നിർവഹിക്കലാണ് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നല്ല, അതാണ് ഹദീസിൽ പ്രത്യേകം വാരിദായത്. അപ്പോൾ അതാണ് ഓതേണ്ടത്. മറ്റു ഓതിയാലും സൂറത്തിൻ്റെ സുന്നത്ത് കിട്ടുമെങ്കിലും ഇതിൽ നിന്ന് മാറി മറ്റേതിലേക്ക് പോകുക എന്നുള്ളത് ഖിലാഫുൽ ഔലയാണ്. അപ്പോൾ
ബാക്കിയുള്ള നിസ്കാരങ്ങളുടെ സുന്നത്ത് നിസ്കാരങ്ങൾക്കോ അതിലൊന്നും പ്രത്യേകം സൂറത്തുകൾ പ്രത്യേകം വന്നിട്ടില്ല. അതുകൊണ്ട് അവയിലൊക്കെ ഏത് സൂറത്തുകളും ഓതേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആദ്യത്തെ നമ്മൾ മുമ്പ് സൂറത്ത് ഓതേണ്ട വിഷയങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ആ സബ്ക്ക് കേൾക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഖുൽ ഹുവല്ലാഹു സൂറത്തും കാഫിറൂന സൂറത്തും ആണല്ലോ പറഞ്ഞത്. ഒന്നാമത്തേൽ കാഫിറൂന, രണ്ടാമത്തേൽ ഇഖ്ലാസ്. ഇതിനു പുറമെ അലം നശ്റഹും അലം തറ കൈഫയും ഓതണമെന്നും എന്തായിട്ടുണ്ട്, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നുണ്ട്, ഹദീസിൽ വാരിതായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ജമഅ് ചെയ്തിട്ട് ഓതണമെന്നാണ് ഇമാം നവവി തങ്ങളെ പോലെയുള്ളവരൊക്കെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേൽ കാഫിറൂന സൂറത്ത് ഓതുക, അതുപോലെ തന്നെ എന്താകുക അലം നശ്റഹ് സൂറത്ത് ഓതുക, അലം നശ്റഹും കാഫിറൂനയും. രണ്ടാമത്തേൽ അലം തറ കൈഫയും അതുപോലെ ഖുൽ ഹുവല്ലാഹു അഹദും. ഇങ്ങനെ ആണ് സൂറത്തുകൾ ഓതേണ്ടത് നല്ല രീതി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇമാം ഗസാലി തങ്ങളെ പോലെയുള്ളവർ പറയുന്നു, 2 അലം സുബ്ഹ് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ പതിവാക്കുന്നവർക്ക് അവർക്ക് അലം ഉണ്ടാവുകയില്ല എന്നാണ്. അതായത് 2 അലം എന്ന് പറഞ്ഞാൽ അലം നശ്റഹും അലം തറ കൈഫയും. അങ്ങനെയാണെങ്കിൽ അവർക്ക് മറ്റു അലം ബാസൂറിൻ്റെ അതുപോലെ തന്നെ പൈൽസിൻ്റെയും ഒക്കെ വേദന അനുഭവപ്പെടുന്നവർക്ക് അത്തരം അസുഖങ്ങളും വേദനകളും ഉണ്ടാവുകയില്ല. ഇത് മുജറബാത്തിൽ പെട്ടതാണ്, പരീക്ഷിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ഒരു ഹദീസും കൂടി വായിക്കുകയാണ്. വബിൻ സുന്നി വാലിദി അബിൽ മലിഹ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല റക്അത്തൈനി ഖഫീഫത്തൈൻ. റസൂലുള്ളാഹി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. എന്നിട്ട് സുമ്മ സമിഅതുഹു യഖൂലു വഹുവ ജാലിസ്, റസൂലുള്ളാഹി ഇരുന്നു കൊണ്ട് ചെല്ലുന്നതായിട്ട് ഞാൻ കേട്ടു. ലഘുവായ 2 റക്അത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരം, സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം വളരെയധികം നീട്ടേണ്ടതില്ല. ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ ഓതിയിട്ടുള്ള നിസ്കാരം. അങ്ങനെ അതിനുശേഷം റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടു. റസൂലുള്ളാഹി ഇരുന്നു കൊണ്ട് പറയുന്നതായിട്ടെന്നാണ് ഈ ഹദീസിലുള്ളത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്രാഫീല വ മീകായില വ സയ്യിദനാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനൻ നാർ 3 മർറാത്ത് എന്ന് റസൂലുള്ളാഹി 3 വട്ടം പറയുന്നതായിട്ട് കേട്ടു. അഊദു ബിക മിനൻ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇത് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ ഇസ്രാഫീല വ മീകായില ഹമലത്തുൽ അർശ് എന്ന് കൂട്ടിയ റിപ്പോർട്ടുകൾ കാണാം. സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനി മിനന്നാർ എന്നുള്ള റിപ്പോർട്ട് കാണാം. ഏതായാലും നരകത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളൊരു ദുആ ആ കിടത്തത്തിലൊന്ന് ചെല്ലുക. ഇവിടെ അല്ലെങ്കിൽ അവിടെ ആ സമയത്തൊന്ന് ഇരുത്തത്തിലൊന്ന് ചെല്ലി ദുആ ചെയ്യൽ അത് സുന്നത്തുണ്ട്. കിടത്തത്തിൽ തന്നെ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. അപ്പോൾ അവിടെ സുബ്ഹിൻ്റെ സുന്നത്തിൻ്റെയും ഫർദിൻ്റെയും ഇടയിലുള്ള സമയം വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. മഹാന്മാർ അവിടെ സമയമുണ്ടെങ്കിൽ മറ്റ് ദിക്റുകൾ ചൊല്ലാനും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അൻത് 40 വട്ടം ചൊല്ലാൻ പറഞ്ഞ മഹാന്മാരുണ്ട്. അങ്ങനെ പലതും ആ സമയത്ത് ചൊല്ലാൻ പറഞ്ഞവരുണ്ട്. മൊത്തത്തിൽ നമ്മുടെ റിസ്ക് വിശാലമാവാനും മറ്റും ഉപജീവന മാർഗം നന്നാവാനും ഒക്കെ ദാരിദ്ര്യമില്ലാതിരിക്കാനൊക്കെ ദിവസവും നമ്മൾ പതിവാക്കേണ്ടുന്ന ദിക്റുകളാണ്. ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു 100 വട്ടം ചൊല്ലുക എന്നുള്ളത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നുള്ള ദിക്ർ ഒരു 100 വട്ടം പതിവാക്കുക എന്നുള്ളത്. ഇത് ആ സമയത്താണെങ്കിൽ ഒന്നുകിൽ ആ സമയത്ത് കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സുബ്ഹിന് ശേഷമാണെങ്കിൽ അങ്ങനെ ആ രാവിലെ തന്നെ ഇത് ഒരു 100 വട്ടം പതിവാക്കുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാവില്ല, റിസ്ക് വിശാലമായി കിട്ടും. അതൊക്കെ മുജറബാത്തിൽ പെട്ടതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരൊക്കെ ആരിഫീങ്ങൾ പതിവാക്കി വന്നതാണ്. നമ്മളും നമ്മുടെ ഭാവി ജീവിതം ഭാസുരമാക്കാൻ അതൊക്കെ പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും ഇൽമിലും നമ്മുടെ നിഖില മേഖലകളിലും അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.